എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. യൂറോ കപ്പിലെ പോരാട്ടങ്ങളെല്ലാം തകർത്തടിച്ച് തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആരൊക്കെയായിരിക്കും പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു കയറുക? നിലവിലത്തെ സാഹചര്യത്തിൽ ഓരോ ഗ്രൂപ്പിലെയും പോയിന്റ് ടേബിൾ വൈസ് നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. നമുക്കറിയാം 6 ഗ്രൂപ്പുകളിലായിട്ടാണ് യൂറോ കപ്പ് നടക്കുന്നത്. 24 ടീമുകൾ 6 ഗ്രൂപ്പുകളിലായിട്ട് മത്സരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് എയിലേക്ക് വരുവാണെങ്കിൽ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും സ്കോട്ട്ലൻഡും ഹംഗറിയും ഉൾപ്പെട്ട ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് എയിൽ നിലവിൽ ചാമ്പ്യന്മാർ ജർമ്മനിയാണ്. ഒപ്പം പ്രീ ക്വാർട്ടർ അവർ ഉറപ്പിച്ചിട്ടുണ്ട്. കളിച്ച 2 മത്സരങ്ങളും വിജയിച്ച ജർമ്മനി പ്രീ ക്വാർട്ടർ നിലവിലത്തെ ആതിഥേയർ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ് 2 മത്സരങ്ങളിൽ 4 പോയിൻ്റാണ് സ്വിറ്റ്സർലാൻഡിനുള്ളത്. 3ാം സ്ഥാനത്തുള്ള സ്കോട്ട്ലൻഡിൻ്റെ 2 മത്സരങ്ങളിൽ 1 പോയിൻ്റ് ഉണ്ട്. ഒപ്പം അവസാന സ്ഥാനത്തുള്ള ഹംഗറി പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായിട്ടുണ്ട്. ഗ്രൂപ്പ് ഇയിലേക്ക് വേണമെങ്കിൽ ജർമ്മനി പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി 2 അതായത് മികച്ച ഗ്രൂപ്പുകളിൽ നിന്ന് ടോപ്പ് 2 ടീംസും അതിന് പുറമെ മികച്ച 4 3ാം സ്ഥാനക്കാരുമായിരിക്കും പ്രീ ക്വാർട്ടർ, അതായത് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവുക. ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ ഓൾറെഡി ജർമ്മനി പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ച് അവസാന മത്സരം പരാജയപ്പെടാതിരുന്നാൽ അവർക്കും പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാം. 3ാം സ്ഥാനത്തുള്ള സ്കോട്ട്ലൻഡ് അവരെ സംബന്ധിച്ച് അവസാന മത്സരം വിജയിക്കുകയും ഒപ്പം സ്വിറ്റ്സർലൻഡ് അവസാന മത്സരത്തിൽ പരാജയപ്പെടുകയും വേണം. ഹംഗറി നേരത്തെ തന്നെ പുറത്തായിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് വരുവാണെങ്കിൽ സ്പെയിൻ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. 2 മത്സരങ്ങളും വിജയിച്ച് 6 പോയിൻറ്റോടെ സ്പെയിൻ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്തുള്ള ഇറ്റലി 2 മത്സരങ്ങളിൽ 3 പോയിൻറ്റുമായി 2ാം സ്ഥാനത്ത് തുടരുമ്പോൾ 3-4 സ്ഥാനങ്ങളിലുള്ളത് അൽബേനിയ, ക്രൊയേഷ്യ ടീമുകളാണ്. ഇരു ടീമുകൾക്കും 2 മത്സരങ്ങളിൽ നിന്ന് 1 പോയിൻറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചുള്ളത്. ഏതാണ്ട് പ്രീ ക്വാർട്ടറിൽ നിന്ന് പുറത്തായ 2 ടീമുകൾ തന്നെയാണ് ക്രൊയേഷ്യയും അൽബേനിയയും. ഗ്രൂപ്പ് സിയിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലണ്ട് 2 മത്സരങ്ങളിൽ 4 പോയിൻറ്റുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ തുടരുന്നുണ്ട്. പ്രീ ക്വാർട്ടർ ഇതുവരെ 100% ഇംഗ്ലണ്ടിനെ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത മത്സരം ജയിക്കുകയോ സമനില നേടിയാൽ അവർക്ക് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു കയറാം. 2ാം സ്ഥാനത്തുള്ള ഡെൻമാർക്കാണ്. 2 മത്സരങ്ങളിൽ 2 സമനില നേടിയതോടുകൂടി 2 പോയിൻ്റാണ് ഡെൻമാർക്കിനുള്ളത്. 3ാം സ്ഥാനത്ത് സ്ലൊവേനിയയാണ്. 2 മത്സരങ്ങൾ 2 പോയിൻറ്റ്. 4ാം സ്ഥാനത്തുള്ള സെർബിയ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിയിലേക്ക് വരുവാണെങ്കിൽ നെതർലാൻഡ്സ് ആണ്. ഓറഞ്ച് പടയാണ് 1ാം സ്ഥാനത്ത്. 2 മത്സരങ്ങളിൽ 4 പോയിൻ്റാണ് അവർക്കുള്ളത്. അവരും ഇതുപോലെ പ്രീ ക്വാർട്ടർ 100% ഉറപ്പിച്ചിട്ടില്ല. അവസാന മത്സരത്തിൽ റിസൾട്ടായിരിക്കും പ്രീ ക്വാർട്ടറിലേക്ക് നെതർലാൻഡ്സിനെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. 2ാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ്. ഏതാണ്ട് ഇരു ടീമുകൾക്കും പ്രീ ക്വാർട്ടർ 100% ഉറപ്പിച്ചിട്ടില്ല. പക്ഷേ നല്ല സാധ്യതയുണ്ട്. 3-4 സ്ഥാനങ്ങളിൽ ഓസ്ട്രിയ, പോളണ്ട് ടീമുകളാണ്. 3ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയക്ക് 2 മത്സരങ്ങളിൽ 3 പോയിൻ്റ് ഉണ്ട്. പോളണ്ട് 4ാം സ്ഥാനത്തുള്ള പോളണ്ട് 2 മത്സരങ്ങളിൽ പോയിൻ്റൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായിട്ടുണ്ട്. ഇനി ഇതാണ് ഗ്രൂപ്പ് ഇ. ഗ്രൂപ്പ് ഇയിലേക്ക് വരികയാണെങ്കിൽ റൊമാനിയാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. 2 മത്സരങ്ങളിൽ 3 പോയിൻ്റോടെ റൊമാനിയ 1ാം സ്ഥാനത്ത് 3 പോയിൻറ്റ്. ഗ്രൂപ്പ് ഇയിലെ എല്ലാ ടീമുകൾക്കും നിലവിൽ 2 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 3 പോയിൻ്റ് തന്നെയാണുള്ളത്. അതിനാൽ തന്നെ പോരാട്ടം തന്നെ എനിക്ക് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഗ്രൂപ്പ് ഇയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നിലവിൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ റൊമാനിയ 1ാം സ്ഥാനത്ത്, ബെൽജിയം 2, സ്ലൊവാക്യ 3, ഉക്രൈൻ 4 എന്നിങ്ങനെയാണ് നിലവിൽ ഗ്രൂപ്പ് ഇയിലെ പൊസിഷൻ. എല്ലാ ടീമുകൾക്കും 2 മത്സരങ്ങളിൽ നിന്ന് 3 പോയിൻ്റാണുള്ളത്. അതിനാൽ തന്നെ ഒരു ടഫ് സിറ്റുവേഷൻ തന്നെയായിരിക്കും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ ഗ്രൂപ്പിൽ നടക്കാൻ പോകുന്നത്. അവസാന ഗ്രൂപ്പ് എഫിലേക്ക് വരികയാണെങ്കിൽ പോർച്ചുഗീസ് റൊണാൾഡോയുടെ പറങ്കിപ്പട 1ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ട് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. തുർക്കി അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2 മത്സരങ്ങളിൽ 6 പോയിൻ്റുള്ള പോർച്ചുഗീസ് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട്. 2ാം സ്ഥാനത്തുള്ളത് തുർക്കിയാണ്. 2 മത്സരങ്ങളിൽ 3 പോയിൻ്റാണ് തുർക്കിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. 3-4 സ്ഥാനങ്ങളിൽ ചെക്ക് റിപ്പബ്ലിക്കും ജോർജിയയുമാണ്. ഇരു ടീമുകൾക്കും 1 പോയിൻ്റ് വീതം മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് എത്തും. ഒപ്പം മികച്ച 4 3ാം സ്ഥാനക്കാരും കൂടി അടുത്ത റൗണ്ടിലേക്ക്, അതായത് പ്രീ ക്വാർട്ടർ സിനാരിയോയിലേക്ക് പോകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.